ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസീസ് ടേസ്റ്റി പാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീസ് ലവേഴ്സിനുള്ള റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ സ്ലൈഡേഴ്സ്. ഇത് ഞാൻ ഓവനില്ലാതെ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ വലിയൊരു പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ സ്ലൈഡേഴ്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒരുപാട് ചൂടായി പോകരുത് കേട്ടോ. ഒരുവിധം കുഴഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പം ഇവിടെ നന്നായിട്ട് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും പാത്രത്തിൽ ഒരല്പം ബട്ടർ തേച്ച് കൊടുത്ത ശേഷം നമുക്കിത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ വേണ്ടി വരും. ഓരോ നാട്ടിലെ ചൂടിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ഒന്ന് പിച്ചെടുത്താൽ മതിയല്ല, മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂണ് സോയാ സോസ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുപോലെ തന്നെ സോയാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്നൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറി വരണം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മയോനൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് മയോനൈസ് ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്നത്. ഇനി നമുക്കിതൊന്നും കൂടി കൈ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ബോൾസ് ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പുഡിംഗ് എല്ലാം ചെയ്തെടുക്കുന്ന ട്രേ. ഇതിപ്പോൾ നമ്മൾ ഓവനിൽ വെച്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും ഈ ഗ്ലാസ് ബൗളിന് ഒരു പ്രശ്നം വരില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബൗളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബട്ടർ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ എടുക്കില്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി അധികം ആക്കി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 9 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒരു 1/2 മണിക്കൂറും കൂടി പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവൻ ഇല്ലാതെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 15 to 18 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പതുക്കെ ആ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമ്മൾ വീണ്ടും ഇത് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ബേക്ക് ആയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ മിഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ ഷാർപ്പായിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഈ കട്ട് ചെയ്തെടുത്ത ബണ്ണ് നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത പാത്രമില്ല അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അടിഭാഗം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോനൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മയോനൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മയോനൈസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലൈഡേഴ്സ് ഇവിടെ റെഡിയാക്കാം. എല്ലാ സാധനവും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.25 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് ഇല്ലേ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതും ഏകദേശം ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ല, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഗോൾഡൻ കളറായി കിട്ടാനായിട്ട് നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ നേരത്തെ തന്നെ ചെയ്ത പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ ഗോൾഡൻ കളറായി വരും. ഇനി ഇത് ഞാൻ വീണ്ടും ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേണ്ടി വരും മുകൾ ഭാഗം ഗോൾഡൻ കളറായിട്ട് വരാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തതാണിത്. ഇപ്പോൾ മുകൾ ഭാഗം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്കായിട്ട് വരണം. സാധാരണ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നത് പോലെ ഇതുപോലെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ ഗോൾഡൻ കളറായി വരാനായിട്ട് ഞാനിതൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തതാണിത്. അപ്പോൾ ഫ്രൈ പാനിൽ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം വെച്ചാൽ മതി. ഒന്ന് ചെറിയ തീയിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയാൽ മതി ഇവിടെ മക്കൾക്ക്.
അപ്പോൾ അതാ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലൈഡേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്, നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നല്ല ചീസി ആയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ചീസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇച്ചിരി പണിയാണ്, 2-3 പ്രോസസ്സായിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. നമുക്കിത് ഡിന്നറായിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഒരു 1-2 തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല വയറ് ഫുള്ളായിട്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്ലൈഡേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ സ്ലൈഡേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.